ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നേക്കഡ് ട്രൂത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവിധ സംശയങ്ങളും മാറ്റുവാനായി ഞാൻ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകാൻ പോകുന്നു. പക്ഷെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ബർത്ത് കൺട്രോളിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഗർഭപാത്രത്തെക്കുറിച്ചും ഫിലോപ്പിയൻ ട്യൂബിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചെല്ലാം നല്ലവണ്ണം മനസ്സിലാക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ വെജൈനയെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ വാസ്തവത്തിൽ നിങ്ങളുടെ വജൈന നിങ്ങൾ ഈ കാണുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങളുടെ ശരീരത്തിനുള്ളിലും പുറത്തും നിങ്ങൾക്ക് ലൈംഗികാവയവങ്ങൾ ഉണ്ട്. വജൈന നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള അവയവമാണ്. ഇതിൽ എലാസ്റ്റിക് മസ്കുലർ ട്യൂബ് ഉണ്ട്. ഇത് ഉള്ളിലുള്ള അവയവത്തെ പുറമെയുള്ള അവയവത്തോട് യോജിപ്പിക്കുന്നു. ഇതിന്റെ ജോലി ശുക്ലത്തെ ഗർഭപാത്രത്തിലേക്കും ഫിലോപ്പിയൻ ട്യൂബിലേക്കും കൊണ്ടുപോകുന്നതാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ജനനേന്ദ്രിയവും. ഇതിലൂടെ തന്നെയാണ് ആർത്തവവും സംഭവിക്കുന്നത്. ഇതെന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? ഈ പടത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഗർഭപാത്രം. വളരെ ചെറുതായ ഈ അവയവം ഗർഭകാലത്ത് വലുതായി വികസിക്കുന്നു. ഈ ഗർഭപാത്രത്തെ നമുക്ക് രണ്ടായി വിഭജിക്കാം. ഇത് സെർവിക്സ്, ഇത് വജൈനയോട് ചേർന്നുള്ള അടിഭാഗമാണ്. ഇതാണ് കോർപ്പസ്. ഗർഭപാത്രത്തിന്റെ പ്രധാന അവയവം ഇതാണ്. ഗർഭം ധരിക്കുമ്പോൾ ഈ കോർപ്പസ് വലുതായി വികസിക്കുന്നു. ഇതാണ് ഓവറീസ്. വളരെ ചെറുതായി ഓവൽ ഷേപ്പിലുള്ള ഈ അവയവം ഗർഭപാത്രത്തിന്റെ രണ്ട് ഭാഗത്തും സ്ഥിതി ചെയ്യുന്നു. ഇത് അണ്ടങ്ങളും ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ഫാലോപ്പിയൻ ട്യൂബ്. ഈ ഫാലോപ്പിയൻ ട്യൂബ് ഗർഭപാത്രത്തിന്റെ മറ്റൊരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അണ്ടാശയത്തിൽ നിന്നും അണ്ടങ്ങൾ ഗർഭപാത്രത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഈ ഫാലോപ്പിയൻ ട്യൂബ് സഹായിക്കുന്നു. ഇവയെല്ലാം നമ്മുടെ ലൈംഗികാവയവങ്ങളാണ്. അണ്ടം ശുക്ലവുമായി സംയോജിക്കുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോ അകത്തുള്ള അവയവങ്ങളെക്കുറിച്ച് അറിഞ്ഞു. ഇനി പുറത്തുള്ള അവയവങ്ങളെക്കുറിച്ച് കാണാം. പുറമേയുള്ള അവയവമാണ് ജെനിറ്റൽ. ഇത് രണ്ട് വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, ശുക്ലം അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. രണ്ട്, അസുഖങ്ങളിൽ നിന്നും അകത്തുള്ള അവയവങ്ങളെ ഇത് സംരക്ഷിക്കുന്നു. ഇതൊരു സെക്യൂരിറ്റി ഗാർഡാണെന്നും പറയാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് മോൺസ് പ്യൂബസ്. ഇതിൽ രണ്ട് ഭാഗങ്ങൾ യോജിച്ചിരിക്കുന്നു. ഒന്ന് ലാബിയ മജൂറ, മറ്റൊന്ന് ലാബിയ മൈനോറ. ഇതിനെ ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഇതിനെ ലാർജ് ലിപ്പ് എന്നും സ്മോൾ ലിപ്പ് എന്നും പറയാം. ഈ ലാബിയ മജൂറ തന്നെയാണ് പുറമേയുള്ള നമ്മുടെ എല്ലാ അവയവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എണ്ണയും വിയർപ്പും ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. പിന്നെ യൗവനത്തിൽ എത്തിച്ചേരുമ്പോൾ ഇത് വളരുവാനും തുടങ്ങുന്നു. ലേബിയ മൈനോറ എന്ന് പറയുന്നത് മജൂറയ്ക്ക് അകത്തുള്ള ഒരു ഭാഗമാണ്. ഇത് വജൈനയുടെ പുറമേയുള്ള സ്കിന്നിനെ സംരക്ഷിക്കുന്നു. ഇപ്പൊ നമുക്ക് ജനനേന്ദ്രിയത്തെ കുറിച്ച് കാണാം. ഇത് വജൈന അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഫ്ലൂയിഡ് സൊല്യൂഷൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അവസാനമായി കാണുന്നതാണ് ക്ലിറ്ററസ്. ലേബിയ മൈനോറ ഇവിടെയാണ് യോജിക്കുന്നത്. ഇത് ജനനേന്ദ്രിയത്തിലുള്ള വളരെ ചെറിയൊരു ഭാഗമാണ്. ഇതിനു പുറമെ ഒരു നേർത്ത ത്വക്കുണ്ട്. ഉത്തേജന സമയത്ത് ഇത് പ്രവർത്തിച്ചു തുടങ്ങുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂറിത്ര വഴിയാണ് സ്ത്രീകൾക്ക് യൂറിൻ പുറത്തേക്ക് പോകുന്നത്. ഇതാണ് യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വ്യത്യാസം, പുരുഷന്മാർക്ക് ഈ യൂറിത്ര വഴിയാണ് ശുക്ലവും യൂറിനും പുറത്തേക്ക് വരുന്നത്. പക്ഷേ സ്ത്രീകളുടെ യൂറിത്ര വളരെ ചെറുതാണ്. വാജിനൽ ഓപ്പണിംഗിന് മുകളിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. ഇതിലൂടെ യൂറിൻ മാത്രമേ വരൂ. ലൈംഗിക ബന്ധത്തിനും ഇതിനും യാതൊരു ബന്ധവും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് അനാറ്റമിയെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക. എന്തെന്നാൽ പ്രസവം, ആർത്തവം ഇവയെക്കുറിച്ചെല്ലാം ഞങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. എങ്കിൽ നമുക്ക് വീണ്ടും കാണാം.